പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും വസ്ത്രാക്ഷേപവും നടത്തിയ ആ സംഭവത്തിൽ, മൃഗീയമായ സംഭവത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കലാലയങ്ങളൊക്കെ 80% ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ കീഴിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വിദ്യാലയ രാഷ്ട്രീയം തന്നെ, കലാലയ രാഷ്ട്രീയം. മുൻകാലങ്ങളിലെ കലാലയ രാഷ്ട്രീയം പോലെയല്ല ഇപ്പോഴത്തെ കലാലയ രാഷ്ട്രീയം എന്ന് നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും ഒക്കെ വലിയ ഒരു സ്വാധീനം ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഉണ്ടായിരിക്കുന്നതും വലിയ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ കലാലയ രാഷ്ട്രീയം തന്നെ നിരോധിക്കുവാനുള്ള നടപടി ഈ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കണം. പലപ്പോഴും വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിനു വേണ്ടി മയക്കുമരുന്നിന് അടിമയാക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തണം. അതോടൊപ്പം തന്നെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടാത്ത രീതിയിലും, അതോടൊപ്പം തന്നെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ പഴയ നല്ല പാരമ്പര്യം നിലനിർത്തത്തക്ക തരത്തിലുള്ള അന്വേഷണം നടത്തി ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കലാലയത്തിൻ്റെ കോമ്പൗണ്ടിലും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു.